തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നമുക്ക് ലൈൻ ചെയ്തു. ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങേക്ക് അറിയുന്ന പോലെ ഞങ്ങൾ നിൽക്കുന്നത് ശാസ്താംകോട്ട കോളനി അടുത്തുള്ള മുളങ്കാട്ടിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നാട്ടുകാരെല്ലാം പറയുന്നത് ഇതൊരു അനാശാസ്യ നടപടികളും അതുപോലെ മയക്കുമരുന്ന് ഉപയോഗം MDMA ഉൾപ്പെടെയുള്ള ഉപയോഗം നടത്തുന്ന സ്ഥലമാണ്. ഇതിലെ ആൾക്കാരെ പിടിക്കാൻ ശ്രമിച്ചാൽ, പോലീസുകാരെന്ത് ശ്രമിച്ചാൽ JJ ആക്ട് ഒരു തടസ്സം. അതിനേക്കാളും ഏറ്റവും വലിയ ഭീഷണി ഈ പിള്ളേരെടുത്ത് കായലി ചാടും. 60 അടി അടി മൊത്തം ചെളിയായിട്ടുള്ള ഈ കായലി ചാടിയെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് പേടിയുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥലമാണിത്. ഈ ദേവസ്വം ബോർഡിൻ്റെ സ്ഥലത്ത് ഒരുപക്ഷെ 24 അങ്ങയുടെ കൂടെ ഉണ്ടാകും. അങ്ങ് എന്തായിരിക്കും അങ്ങയുടെ ഒരു അടുത്ത ചുവടുവയ്പ്? അങ്ങേക്ക് മനസ്സിലായല്ലോ കാര്യത്തിന്റെ ഗൗരവം. അല്ല, തീർച്ചയായിട്ടും നമുക്ക് ഇത് ലോകം മുഴുവൻ പുതിയ തലമുറയെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ എല്ലായിടത്തും ഇതിന്റെ ഉപയോഗം വല്ലാതെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ദേവസ്വം ബോർഡ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നില്ല. ദേവസ്വം ബോർഡിന്റെ കീഴിൽ 4 കോളേജുകളുണ്ട്, 21 സ്കൂളുകളുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒന്ന് ഈ സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായി കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ട ഒരു രീതിയാണ്. അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ ഡോക്ടർ ശ്രീറാം അദ്ദേഹത്തിന്റെ സേവനം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ ഞങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം തന്നെ പിന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പിന്നെ ഈ പറഞ്ഞ സാഹചര്യം ഇതിപ്പോൾ നമ്മൾ എന്താണെന്ന് ഗൗരവമായി പരിശോധിക്കും. അവിടുത്തെ പ്രിൻസിപ്പളുമായി ഒരു റിപ്പോർട്ട് ഞങ്ങൾ ചോദിച്ചിട്ട് എന്താണോ നടപടി എടുക്കേണ്ടത് ആ നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. സാർ, ഇവിടെ ഒരു PS പ്രശാന്ത്, ഇവിടെ ഒരു വാച്ചർ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്. ഒരു പരിധിവരെ ഇങ്ങോട്ട് വരുന്ന കുട്ടികളൊക്കെ നിരീക്ഷിക്കാനും അവരെന്തിനാണ് വരുന്നതെന്നൊക്കെ അറിയാനൊക്കെ വാച്ചർമാരുണ്ടെങ്കിൽ, കൂടുതലായി ഉണ്ടെങ്കിൽ അവരെ നിയോഗിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ നിയോഗിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടോ? നമുക്കെടുക്കാം. പ്രൊഫഷൻ ഉണ്ടോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഇവിടെ ഇപ്പൊ പ്രൊഫഷൻ ഉണ്ടോ പ്രൊഫഷൻ ഇല്ലോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. പുതിയ തലമുറയെ ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും പിന്നെ എന്താണോ അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് റിപ്പോർട്ട് ചോദിച്ചിട്ട് എന്താണോ അതിനാവശ്യമായിട്ടുള്ള വാച്ചർ ഉൾപ്പെടെയുള്ള ആളുകളെ നിയോഗിക്കണമെങ്കിൽ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും. ശ്രീ പ്രശാന്ത്, ഇതിപ്പോൾ അടിയന്തരമായൊരു ഇടപെടൽ വേണം. കാരണം നാട്ടുകാർ ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇതുകൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു എന്നാണ്. കൊച്ചു കുട്ടികളൊക്കെയാണ് ഇവിടെ വന്ന് രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ ചെലവഴിക്കുകയാണ്. മനോഹരമായൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശം ഒരു ടൂറിസം സ്പോട്ടായി വികസിപ്പിച്ചെടുക്കാവുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരം ദുരുപയോഗം, ലഹരി മാഫിയ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർക്ക് ഇത് എന്ത് ചെയ്യണമെന്നൊരു പ്രശ്നം അവർക്കുണ്ട്. സംശയമാണ് എന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തുറപ്പാണ് താങ്കൾ ഈ ഘട്ടത്തിൽ കൊടുക്കുന്നത്? നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഇങ്ങനെ ഒരു ആവശ്യം റെക്കോർഡിക്കലായി എനിക്ക് കിട്ടിയിട്ടില്ല. ഉറപ്പായിട്ട് കിട്ടിയാൽ അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നാട്ടുകാരുടെ പരിദേവനങ്ങൾ, നാട്ടുകാരുടെ പരാതികൾ അത് അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്, ഉറപ്പാണ്. അപ്പൊ അത് പിന്നെ തീർച്ചയായിട്ടും നാട്ടുകാരുടെ പരാതിയും സ്വാഭാവികമായിട്ടും അടുത്ത പ്രിൻസിപ്പൽ, കാരണം ഈ ശാസ്താംകോട്ട കോളേജുമായി ബന്ധപ്പെട്ട അവിടുത്തെ പ്രിൻസിപ്പലിന്റെയും കൂടി റിപ്പോർട്ട് അടിയന്തരമായി വാങ്ങി എന്താണോ അടിയന്തരമായി ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും. താങ്ക് യു PS പ്രശാന്ത്. നമ്മളിപ്പോൾ കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് ഫോണിൽ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം നമ്മൾ 24 പറഞ്ഞിരിക്കുന്നത് കർക്കശമായ നടപടികളും ജനജാഗ്രതാ സമിതികളും ഒക്കെ ഉണ്ടാക്കും. മാത്രമല്ല കൊല്ലം ജില്ലാ സൂപ്രണ്ടിനോട് നമുക്ക് പറയാനുള്ളത്, അങ്ങയ്ക്ക് എല്ലാവിധമായ സ്വാതന്ത്ര്യവും സംസ്ഥാന മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. അങ്ങ് ധീരമായ നടപടികളുമായി മുന്നോട്ട് പോകണം. മാത്രമല്ല സംസ്ഥാന മുഖ്യമന്ത്രി എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് പോലീസിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങയുടെ കാഴ്ചവട്ടത്തിൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ശാസ്താംകോട്ടിലെ മുളങ്കാട്. ഈ മുളങ്കാട് നേരെയാക്കാൻ അങ്ങയുടെ പ്രവർത്തനം ഇന്ന് തന്നെ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. 24 എല്ലാ സഹായവും ഉണ്ടാകും. മാത്രമല്ല ഇവിടെ ഈ മുളങ്കാടിന്റെ രൂപം മാറിയതിനു ശേഷമേ നമ്മൾ വിശ്രമിക്കൂ. അതല്ലേ നമ്മുടെ തീരുമാനം. നമ്മളൊരു പ്രതിജ്ഞ പോലെ ഇവിടെ നിന്ന് പറയുകയാണ്, ഇവിടുത്തെ മാഫിയ സംഘത്തെ അടിച്ചകറ്റാൻ നമ്മൾ മുന്നിൽ തന്നെ ഉണ്ടാകും. ഇവിടുത്തെ നാട്ടുകാരും അതെ, ലഹരി മാഫിയക്കാരൻ ഇവിടെ ടൂറിസ്റ്റായി വരാമല്ലോ, ടൂറിസ്റ്റ് ആയിക്കോട്ടെ. അപ്പൊ മാഫിയ സംഘ തലവന്മാരുണ്ടെങ്കിൽ സ്ഥലം വിടണം. ഈ സ്ഥലത്ത് നിങ്ങൾ നിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടുത്തെ നാട്ടുകാരോട് പ്രിൻസിപ്പൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. ഈ ശാസ്താംകോട്ട കോളേജിലെ DB കോളേജിലെ പ്രിൻസിപ്പല് ഇന്ന് തന്നെ ഒരു റിപ്പോർട്ട് നിങ്ങൾ അയക്കണം. ആ റിപ്പോർട്ടിൽ നിങ്ങൾ ആരുടെയും മുഖം നോക്കരുത്, എല്ലാവിധമായ കാര്യങ്ങളും വെളിപ്പെടുത്തണം. നമുക്ക് ഇന്നുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം.
കാരണം ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ എന്തിനെയാണ് ഭയക്കുന്നത്? നമ്മുടെ കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടിയോ? ആരെയാണ് നമ്മൾ ഭയക്കുന്നത്? ഈ മുകളന്മാരെയോ? യുവന്മാർ ഈ നാട്ടിൽ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് നശിപ്പിച്ച് കളയുന്നത്. അതുകൊണ്ട് നാട്ടുകാർ എന്തെങ്കിലും കാരണം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പ്രശ്നമില്ലാത്തതുകൊണ്ട് പ്രോബ്ലം ഇല്ല എന്ന് കരുതിയിരിക്കരുത്. നിങ്ങളെ ഇത് ബാധിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇത് കടന്നു വരും. അതുകൊണ്ട് നിങ്ങളും ഇന്നിറങ്ങണം. ഇന്നുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കണം. അവസാനത്തെ മയക്കുമരുന്നുകാരനും ഈ സ്ഥലം വിട്ടു പോകുന്നവരെ 24 ഈ പ്രശ്നത്തിലുണ്ടാകും.